എല്ലാം ജപ്പാനിലെ ട്രെയിനുകളെക്കാട്ടി സ്പീഡാണ്. ഇതൊക്കെ കാണാൻ എത്ര സ്മൂത്ത് ആയിട്ടാണ് ട്രെയിൻ പോകുന്നത് നോക്കി. നമ്മളിപ്പോ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. സൈർബായിക്ക് വീണ്ടും നിങ്ങൾക്ക് ഭയങ്കര വിശപ്പല്ലേ? ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങളാണ് നോക്കി. എല്ലാം സീ ഫുഡാണ്. കണ്ടോ, ഇത് കണ്ടോ, കോഴിക്കാല്, കോഴിയുടെ കാല് കണ്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ പട്ടുനൂൽ പുഴു പോലെയാണ് ഇരിക്കുന്നത്. ഷോപ്പിംഗ്, ഗോഞ്ചോയിന്റെ ചാങ്ഷ എന്ന് പറയുന്നത് അപ്പോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ജി നമ്പർ ട്രെയിനാണ്. എനിക്ക് അറിയത്തില്ല അത് അത്രയും ഫാസ്റ്റ് ആണോ എന്നാണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് മോളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നു. നമുക്ക് ട്രെയിൻ എടുത്തിട്ട് നമുക്ക് ചാങ്ഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. നമ്മളിതുവരെ പോകാത്ത ഒരു ചൈനയിലെ നഗരമാണ്. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ നീങ്ങി അങ്ങനെ പോവാണ്. ടെക് ട്രാവൽ വിത്ത് KLTUK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ ഗോഞ്ചോയിലെ ഒരു ഷോപ്പിംഗ് മോൾ ഏരിയ ആണ്. നോക്കിയേ എന്ത് വൈബാന്ന് നോക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിഡിലൻ സെറ്റപ്പ് ഉള്ള സ്ഥലം. നമ്മളെ ഒരു ടാക്സിക്കാരൻ ഇവിടെ കൊണ്ട് വിട്ടായിരുന്നു. ഞങ്ങളുടെ ബാഗും മറ്റൊക്കെ ആ ടാക്സിയിലാണുള്ളത്. ആ ടാക്സിക്കാരൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഈ ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് അന്തോ ഇല്ലാതെ ഞങ്ങൾ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് ഒരു വലിയൊരു ഷോപ്പിംഗ് മോളാണത്. ഇവിടെ മാരിയറ്റിന്റെ ഒരു ഹോട്ടലൊക്കെ അതിന്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കിഡിലെ മോളായിരുന്നു ഇത്. വലിയ മോളെന്ന് പറഞ്ഞാൽ ഒരു 1.5 മോള്. ഇത്രയും വലിയ മോളൊക്കെ ഇവിടെ ചൈനയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വണ്ടി അവിടെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഏതെങ്കിലും റോഡിൽ പോവാം, എന്നിട്ട് നമുക്ക് റോഡിൽ പോയിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്നാലും എന്ത് രസം, എന്ത് കളർഫുൾ ആണ്, എന്ത് അടിപൊളിയാണെന്ന് നോക്കി ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ. ലിബ്രെ ഇത് നോക്കിയ ഒരു ചെറിയൊരു മിനി ഫൗണ്ടൻ, അതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചുഴി പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ ഷോപ്പിംഗ് മോളിന്റെ ഫ്രണ്ടില് കംപ്ലീറ്റ് ഗാർഡൻ ഒക്കെ ചെയ്ത് സെൻട്രലോ പാർക്ക് സെൻട്രൽ എന്നായിരുന്നു കേട്ടോ ഈ ഒരു മോളിന്റെ പേര്. ഇന്ന് നല്ല വെതറാണ്, നല്ല ബ്ലൂ സ്കൈ, നല്ല കിഡിലം വെതർ. ലുലുലെമൻ ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറെ കിഡിലം സ്ഥലങ്ങളുണ്ട്. ഇത് എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ, ഇത് ലുക്കല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. ചൈനയിലെ വികസനം കണ്ട് ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ചൈന വരുമ്പോഴും ഇവിടത്തെ ആ ഒരു ഡെവലപ്മെന്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാണ്ടല്ലോ എന്റെ കിളി പോയി കിടക്കുകയാണ്. അതുപോലത്തെ ഡെവലപ്മെന്റും കാര്യങ്ങളുമാണ് നമുക്ക് ചൈന കാണാൻ സാധിക്കുന്നത്. ആ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ഗ്ലാസ് ബിൽഡിംഗ് ആണ്, ഗ്ലാസ് ആണ് കംപ്ലീറ്റ്. ആ സൂര്യൻ ഇങ്ങനെ ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ. മാരിയറ്റിന്റെ ഹോട്ടലാണ്. ആ ബിൽഡിങ്ങിന്റെ ഷേപ്പ് നോക്ക്. ഈ ഏരിയ ഒക്കെ ആണല്ലോ എന്ത് വൃത്തിയല്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഓരോ ബിൽഡിങ്ങുകളും കാണാനായിട്ട് അതിന് പ്രത്യേകം ഭംഗിയാണ് എല്ലാ കെട്ടിടങ്ങൾക്കും. ഇതൊക്കെ രാത്രി ആകുമ്പോൾ വീണ്ടും വേറെ വൈബാവും. പിന്നെ ഗാർഡൻ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എവിടെ പോയാലും വളരെ മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് മരങ്ങളൊക്കെ വെച്ച് ഫുള്ള് പച്ചപ്പൊക്കെ ആക്കി ആ ഒരു ടൗൺ പ്ലാനിങ്ങിന്റെ വലിയൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ ആ കാണുന്നത് എന്തോ ഒരു സ്റ്റേഡിയമോ എന്തോ ആണെന്ന് തോന്നുന്നു. ഗോഞ്ചോയിലെ സിറ്റി ബസ്സുകളാണ് ഈ കാണുന്നത്. ഷോപ്പിംഗ് മോളിന്റെ മുമ്പിലെ തിരക്ക് കണ്ടോ. ഇതൊക്കെ ഈ ടാക്സിക്കാരും പിന്നെ അതേപോലെ തന്നെ മുകളിനകത്ത് കയറാനുള്ള വണ്ടികളൊക്കെയാണ്. ഇതെന്താ സാധനം, ഇത് കണ്ടോ, അന്തരീക്ഷം തണുപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു വണ്ടി. വാവ്, അടിപൊളി. എന്റെ ദേഹം വരെ നനഞ്ഞു. അത് കൊള്ളാട്ടോ പരിപാടി. മേ ബി ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പൊതുവെ വലിയ ചൂടൊന്നും ഇല്ല ഇപ്പൊ, പക്ഷെ എന്നാലും ആ സംഭവം കൊള്ളാട്ടോ. അത് ഷോപ്പിംഗ് മോളിന്റെ മുമ്പിൽ തന്നെ പ്രോപ്പറായിട്ട് ബസ് സ്റ്റാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ബസ് സ്റ്റോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആളുകൾക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ഷോപ്പിംഗ് മോളിൽ വരാനും പോകാനും വലിയ തിരക്കില്ലാതെ പോകാനും പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ ആളുകളെല്ലാം കൂടി. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് ഓടക്കുഴയിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനല്ല, അപ്പൂപ്പനാണ്. നമ്മുടെ ടാക്സിക്കാരൻ ഇതിലെതിലെ വരുന്നുണ്ട്. നമ്മുടെ ബാഗ് അതിനകത്ത് ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടാക്സി വിളിച്ച് പോയായിരുന്നു. നമ്മുടെ ട്രെയിനിന് സമയമായി. യെസ് അതാ നമ്മുടെ ടാക്സി ചേട്ടൻ. ഷെയർബ എവിടെ? ആ വാ കേറ്. ഓക്കെ, സാരില്ല. ഇതേ ഇവിടുത്തെ ഈ ഗോഞ്ചോയിലെ ഒരു ഫേമസ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇത് രാത്രിയിൽ ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണിത്. വലിയൊരു എഞ്ചിനീയറിംഗ് എന്താ പറയാ വിസ്മയം തന്നെയാണ് ആ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ്. ഒരു ശരിക്കും വലിയ ബിൽഡിംഗ്. അത് കാണുമ്പം ഇങ്ങനെയൊക്കെ തോന്നും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഡ്രൈവറായിട്ട് പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. 4:37 നമ്മുടെ വണ്ടി. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുറോട്ടോ. ഞങ്ങൾ ചെറിയൊരു പവർ നാപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളിതാ ഗോഞ്ചോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇവരുടെ എയർപോർട്ട്
എയർപോർട്ടിൽ പോയാൽ ഇത്രയും തിരക്കുണ്ടാവില്ല. റെയിൽവേ സ്റ്റേഷനിലാണ് തിരക്ക്. പിന്നെ എയർപോർട്ടിനെക്കാട്ടി വലുതല്ലേ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ പിന്നെ തിരക്കുണ്ടാവുമായിരിക്കുമോ. ജസ്റ്റ് ട്രെയിൻ കയറാൻ വേണ്ടി നമ്മള് ഗോഞ്ചോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഇത് നമ്മൾ ഇന്നലെ കണ്ട നാനിങ്ങിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഓ എന്തോന്നടി ഇത്. ഇത് നമ്മൾ നേരത്തെ പോയ ഷോപ്പിംഗ് മോളിന്റെ 4 ഇരട്ടി വലിപ്പമുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. നോക്കിക്കേ, ഗേറ്റ് എവിടാ? ട്രെയിൻ നമ്പർ എത്ര? 4:37. നമുക്ക് ഗേറ്റ് എവിടെയാണോ ഇനി അത് തപ്പി പിടിക്കണമല്ലോ. കാരണം ഇത് എത്ര പ്ലാറ്റ്ഫോം ഉണ്ടാവും അറിയോ ഇവിടെ? ഒരു മിനിമം ഒരു എത്ര പ്ലാറ്റ്ഫോമാ? 27 പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ. 27 പ്ലാറ്റ്ഫോം. അതാണ് ഈ കാണുന്നത്. A11 എന്തോ ആണ് നമ്മുടെ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിമം ഒരു മണിക്കൂറെങ്കിലും മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലേ ആദ്യമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടൊക്കെ പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടുപിടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനൊക്കെ മിസ്സാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര രസം കേട്ടോ. ഇവിടെ മേളിൽ ഇങ്ങനെ സാധനം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൺലൈറ്റ് ഇങ്ങനെ കയറുന്നുണ്ട് അകത്ത്. വേറെ ലൈറ്റിന്റെ ആവശ്യമില്ല. ഇത് ഒരു ചൈനീസ് കമ്പനിയുടെ 2 ഇലക്ട്രിക് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. നോക്കിയേ, ലക്സോ അങ്ങനെ എന്തോ ഇത് കിട്ടില്ല വണ്ടിയാ. നോക്കി, അത് താഴെ കേട്ട് പൂട്ടിയിട്ടിരിക്കുന്ന. എന്നാലും എന്ത് വലിപ്പമല്ലേ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. ഇത്രയും ജനങ്ങൾ, A12 ഇത്, A11 അപ്പുറത്ത്. ഇത്രയും ജനങ്ങൾ വരുന്ന ഈ സ്ഥലത്ത് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് നോക്ക്. ഇവിടെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ആരും കാർക്കിച്ച് തുപ്പുന്നില്ല. അതാണ് ഈ വൃത്തിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതൊക്കെ വേറെ ലെവലാണ് സംഭവങ്ങൾ. നോക്കി, അങ്ങ് ദൂരെ 27ാമത്തെ പ്ലാറ്റ്ഫോം, അങ്ങ് ദൂരെ 1ാമത്തെ പ്ലാറ്റ്ഫോം. ഇത് കണ്ടില്ലേ? എന്നാലും ചോദിക്കും, ഇത്രയും ക്രൗഡ് ഇവരെ ഒരു ചെക്കിങ്ങും കൂടാതെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ട്രെയിൻ വരുന്നേ ഉള്ളൂ. അപ്പുറത്ത് വേറെ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ നമ്മുടെ ട്രെയിൻ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്, വരുമല്ല. ഇതല്ല, ഇത് ബിസിനസ്, ഇത് ഫസ്റ്റ് ക്ലാസ് അല്ല, ബിസിനസ് ക്ലാസ്സാ. ഇതാണെന്ന് തോന്നുന്നു വണ്ണല്ലേ. ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കം ഓൺ. ഇവിടെയാണ് ഫസ്റ്റ് ക്ലാസ്. ആഹാ, കൊള്ളാലോ. നമ്മുടെ വാഷ് ബേസിൻ, ഇത് ടോയ്ലറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അല്ല, അത് കുറെ കണ്ട ബിസിനസ് ക്ലാസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിനെക്കാട്ടി കൂടിയാണ് ഇവിടുത്തെ ട്രെയിനിൽ ബിസിനസ് ക്ലാസ്. നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് 5D5F ആണ്. മോനെ കുട്ടാ ഒന്ന് മാറിക്കണം മോനെ. ഇത് നീറ്റ് ആണെന്ന് നോക്കി, ഇത് ക്ലീൻ ആണെന്ന് നോക്കി, അടിപൊളിയല്ലേ? ഇതൊരു സാധനം വെച്ചേക്കുന്നത്, ഇത് ടോയ്ലറ്റ് സീറ്റ് കവറാണ്. ടോയ്ലറ്റ് സീറ്റ് കവറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓൺ ടൈം നമ്മുടെ ട്രെയിൻ വിട്ടിരിക്കുകയാണ്. ഇത് എത്ര സ്പീഡിൽ പോകും എന്നുള്ളതാണ് എനിക്ക് നോക്കേണ്ടത്. നമുക്ക് 700 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാ ഓർഡർ ചെയ്ത് എനിക്കൊരു ആമറുവാണെന്ന് പറയാം. എന്തിന്? iPhone 16 ടച്ച് ചെയ്യാൻ. ചില ഫോണുകൾക്ക് ടച്ചിന് പ്രശ്നമുണ്ട്. ഉണ്ട്. സൈർബായുടെ ഫോണിന് ആ പ്രശ്നമുണ്ട്. ടച്ചിന് ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ദുബായ്. അയ്യോ, നദിയൊക്കെ കണ്ടോ? എന്ത് രസമല്ലേ കാണാൻ. ഇന്ന് ഭയങ്കര നല്ല വെതർ ആട്ടോ. നല്ല സണ്ണി ഡേ ആണെന്ന്. ഈ ഏരിയ ഒക്കെ നമുക്ക് തലങ്ങും വിലങ്ങും റെയിൽവേ പാളങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ മുകളിൽ കാണുന്ന ആ പില്ലറിലുള്ള പാലം പോലത്തെ സംഭവം കണ്ടോ? അതും നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിന്റെ റെയിൽവേ ട്രാക്കാണ്. എത്ര ട്രാക്കുകളുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ കാണുന്ന അപ്പാർട്ട്മെന്റുകൾ നോക്കി, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ചൈന എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 1000 കിലോമീറ്റർ ഈ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിനിൽ 2-2.5 മണിക്കൂർ ഇരുന്ന് യാത്ര ചെയ്ത് ഈ ജനലുകളിലൂടെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ചൈന എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. താങ്ക് യു. നമ്മുടെ വെള്ളം കൊണ്ട് തന്നിരിക്കുകയാണ്. 300 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 300 km/h സ്പീഡ്. അപ്പോൾ ഞാൻ ആ കുപ്പി വെള്ളം ഇവിടെ ഈ ഒരു ജനലിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കിയേ, കണ്ട, ഒരു ജെർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര സ്മൂത്തായിട്ടാണ് ട്രെയിൻ പോകുന്നതെന്ന് നോക്കി. അടിപൊളി. ഞാനിവിടെ ഒരു ടൈം ലാപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടണല് മാത്രമേ ഉള്ളൂ കേട്ടോ. 700 കിലോമീറ്റർ ഉണ്ട്, അതിനകത്ത് 300 കിലോമീറ്റർ ടണലായിരിക്കും. ഇതൊക്കെ കാണാൻ ദൈവമേ. പച്ചപ്പും പാടങ്ങളും ഗ്രാമങ്ങളും മലകളും കുന്നുകളും. വാവ്. ടിബറ്റിയ ആ വാചകത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് മലയാളത്തിൽ
കൺവേർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യണേ, രസമായിരിക്കും. ക്യാമറ ഓണാക്കി അന്നേരം ടണൽ വരും. എന്ത് കഷ്ടമാണെന്ന് നോക്കി. ഇതിനിടയ്ക്ക് ഏതോ ഒരു സ്റ്റേഷനിൽ ഇപ്പം ട്രെയിൻ നിർത്താൻ വേണ്ടി പോകണ്ട, ഷാവുഗുവാനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റേഷനാണ്. ഞങ്ങളുടെ ട്രെയിൻ ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ഒരു ട്രെയിനിന് നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലേക്ക് പോകുന്നു. ചിലപ്പോൾ അത് വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലുള്ള ട്രെയിനും ആയിരിക്കും. കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. സൈർ ബായിക്ക് വീണ്ടും നിങ്ങൾക്ക് ഭയങ്കര വിശപ്പല്ലേ? സൈർ ബായിക്ക് ഇന്ന് ഭയങ്കര വിശപ്പാ. ഇതെന്താ സാധനം, നല്ല മണമുണ്ടല്ലോ. നൂഡിൽസ്, വെരി ഗുഡ്. നമ്മൾ ആദ്യം വെള്ളം ഓർഡർ ചെയ്തു, പിന്നെ ചായ ഓർഡർ ചെയ്തു, പിന്നെ കശുവണ്ടി ഓർഡർ ചെയ്തു, ഇപ്പം നൂഡിൽ ഓർഡർ ചെയ്തു. ആ പെണ്ണാണെങ്കിൽ ഫുൾ ടൈം ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് ഇവിടെ വരെ. അവിടെ നമ്മൾ മാത്രമാണ് ഈ ട്രെയിനിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. ഇത് മണോ നയിക്കുന്നത് അടിപൊളി കിടില സാധനം തോന്നല്ലോ. എങ്ങോട്ട് സൂപ്പറാ. അപ്പോൾ ഇരട്ടി രാത്രിയായി 6 മണിയാവുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചങ്ഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും. ഞാൻ ക്യാമറ ഓണാക്കിയ അപ്പം വരും ടണൽ. എന്തല്ലേ ഒന്നും പറയണ്ട, ഫുൾ ടണലോടെ ടണലാ, ടണലോ ടണൽ. ഡിയർ പാസഞ്ചേഴ്സ്, എല്ലാവരും ഇറങ്ങിപ്പോണം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ചങ്ഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചങ്ഷ റെയിൽവേ സ്റ്റേഷൻ ഇതാണ്. ഇതിനകത്ത് ബിസിനസ് ക്ലാസ് അല്ലേ? യെസ്, അതൊരു ക്ലീൻ ചെയ്യാൻ പോവാണ് ബിസിനസ് ക്ലാസ്. യെസ്, അപ്പോൾ വെൽക്കം ടു ചങ്ഷ. ചങ്ഷ എത്തിയിരിക്കുകയാണ്. ചങ്ഷ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ചങ്ഷ എന്ത് പറഞ്ഞേ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഇവിടെ എങ്ങനെയാ വന്നേ? ഷെഞ്ചിയാജിയോ? ഷെഞ്ചിയാജിക്ക് പോയപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കാറ് വിളിച്ചിട്ടാ പോയത്. ആണോ? 5 കൊല്ലം മുന്നല്ലേ? 5 കൊല്ലം മുന്നേ വന്നിട്ടുണ്ടെന്ന് ഞാനിവിടെ. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്റെ ഓർമ്മയിൽ ഫസ്റ്റ് ടൈമാണ്. ചങ്ഷ. അതാ ചങ്ഷ റെയിൽവേ സ്റ്റേഷനിലേക്ക് മറ്റൊരു ട്രെയിനും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാതിരി ട്രെയിനല്ലേ എല്ലാം, ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ജപ്പാനിലെ ട്രെയിനുകളെക്കാട്ടി സ്പീഡാണ്. ജപ്പാൻ മാക്സിമം 270 ആണെങ്കിൽ ഇവിടെ 350 വരെ പോകുമായിരുന്നു. ഇപ്പൊ അത് നമ്മള് പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറെ നടക്കണം. സ്റ്റേഷനിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ ഇതുപോലെ ടാക്സികൾ വരുന്ന സ്ഥലം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് കിട്ടുന്ന ടാക്സിയിൽ കയറി നമുക്ക് പോകാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ഒരു സംഭവം. മീറ്റർ ടാക്സി ആയിരിക്കും ഇവിടെ. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ടാക്സികൾ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ മാറി നിന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ചങ്ഷയിൽ ടാക്സി കിട്ടി. ടാക്സിയിൽ കയറി ഞാൻ എൻ്റെ ഹോട്ടൽ ബുക്ക് ചെയ്ത ആ ഒരു ആപ്പിൽ നിന്നും പുള്ളിക്ക് അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. അപ്പം പുള്ളി ആ അഡ്രസ്സ് പുള്ളിയുടെ മാപ്പിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ചങ്ഷയിൽ ഒരു 5 വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, ചൈനയിൽ ആദ്യം വന്ന സമയത്ത്. പക്ഷേ അന്ന് നമ്മളിവിടെ താമസിച്ചൊന്നുമില്ല. അന്ന് നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഷെഞ്ചിയാജി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ടാക്സി വിളിച്ച് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പണ്ടൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു 5 വർഷം മുമ്പ്. അത് കാണാൻ വേണ്ടി ഇവിടെ നിന്നൊരു 5 മണിക്കൂർ ടാക്സി എടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? അവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങിൽ. എല്ലാ ബിൽഡിങ്ങും ലൈറ്റാ, ഫുള്ള് ലൈറ്റാട്ടോ. ഇന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്തത് ഇന്ന് പാളിപ്പോയി. നമ്മൾ ബുക്ക് ചെയ്ത ലൊക്കേഷൻ നോട്ട്. അടിപൊളി. ലിഫ്റ്റിൽ കയറിയപ്പോഴേ ഒരു കൂട്ട് ഇവിടുത്തെ ടെക്കാണ്. ഡെലിവറി ബോയ്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റൂമിൽ കൊണ്ട് ഡെലിവറി ചെയ്ത് തരും. നമുക്ക് ഉറക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? നമുക്ക് ഉറക്കാൻ പറ്റില്ലല്ലേ? തെറി പറയും. പിന്നെ കാണിക്കണമല്ലോ, ഇന്നലെ പറ്റുള്ളൂ അല്ലേ? അടിപൊളി. ഇന്ന് താഴെ റിസപ്ഷനിൽ പോയി തെറി പറയാം. ഫ്ലേവേർഡ് യോഗട്ടും കൂടെ എക്സ്ട്രാ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കഴിച്ചോളൂ. എന്തുവാത്? ആ കെട്ടിടങ്ങൾ, അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഫുള്ള് ലൈറ്റാണ് കേട്ടാ. പൊന്നു, രക്ഷയില്ല. ഞങ്ങളിപ്പോ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ മൊത്തം ലൈറ്റിന്റെ കളികളാണ്. എന്തു ദൈവമേ, ഇത് നോക്കിയേ, തിരക്ക് കണ്ടോ? നമ്മളിപ്പോ ഏതോ ഒരു തിരക്കുള്ളൊരു സ്ഥലത്തേക്കാ വന്നിരിക്കുന്നത്. നോക്കി, രാത്രി ആകുമ്പോഴത്തേക്കിനും ഇവരെല്ലാരും വേറെ വൈബാ. വാവയുടെ ഷോറൂം. വാവയിൽ കാറൊക്കെയുണ്ട്. അയ്യോ, ഇത് ഫുള്ള് വൈബ് ഇവിടെ. നോക്കിയേ, പൊന്നേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവർക്ക് കറണ്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് എല്ലാ ബിൽഡിങ്ങും ലൈറ്റാണ്, എല്ലാം ലൈറ്റാണ്. മൊത്തം ലൈറ്റിന്റെ മയമാണ്. ഞങ്ങള് നമ്മുടെ ചങ്ഷ നഗരത്തില് നൈറ്റ് വൈബ് ഉള്ള ഒരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത് IFS മോൾ എന്ന് പറഞ്ഞൊരു മോളാണ്. നമ്മൾ നാളെ ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നൈറ്റ് വിഷ്വൽസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് സ്ട്രീറ്റ് മൊത്തം ഡിസ്പ്ലേ ബഹളം, സിഗ്നൽ കിടക്കുന്നുണ്ട് പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാൻ. അവിടെയാണ് നമുക്ക് അങ്ങോട്ടല്ലേ പോകണ്ടേ. ഇത്ര തിരക്കല്ലേ, എനിക്ക് ഇവിടുത്തെ തിരക്ക്. അതും തിരക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ കുറച്ച് പോലീസുകാരേ ഉള്ളു കേട്ടോ. അവരും മതി, എല്ലാരും ഡിസിപ്ലിൻഡ് ആണ്. നമുക്ക് നടക്കാനായിട്ട് സ്ഥലമില്ല, ഫുട്പാത്തിൽ കൊടുക്കുന്നത് അതുപോലെ തിരക്ക. ഞങ്ങളിങ്ങനെ ക്യൂ നിന്നാണ് ഫുട്പാത്തിൽ കൂടെ പോകുന്നത്. ഇതെന്തോ ഒരു ഫുഡിന്റെ സംഭവമാണെന്ന് തോന്നുന്നു. കേറാം, ഡിസ്പ്ലേ ഒക്കെ നോക്ക്. എന്റെ ദൈവം, ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇത്രയും ക്രൗഡെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ട് നടക്കുക. റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഭാഗത്ത് വണ്ടികളൊക്കെ ഇവര് താൽക്കാലികമായിട്ടൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് ഫുള്ള് ബ്ലോക്ക് ചെയ്ത്. ഇവിടെ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അത് ഒരു പരമ്പരാഗത ചൈനീസ് സ്റ്റൈലില് ഇങ്ങനെ അടിപൊളിയാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇതിനിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. രാത്രി ആകുമ്പോഴത്തേക്കിനുവേ എല്ലാരും കൂടെ അങ്ങ് ഇറങ്ങല്ലേ നമ്മളെ പോലെ ഫുള്ള്. ഇത് പിന്നെയും തിരക്കാണല്ലോ ഇവിടെ. തിരക്ക് കാരണം നടക്കാൻ പറ്റുന്നില്ല, അതുപോലെ തിരക്കാ മോനെ. അത് ജുവലറി ആണ്, അത് കണ്ടോ, ജുവലറിയുടെ പരസ്യമാണ്, ഗോൾഡ് ജുവലറിയുടെ പരസ്യം. അയ്യോ, എല്ലാരും ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കാം. ഇത് ഇലക്ട്രോണിക്സ് കടകളുണ്ട്, ഇല്ലാത്ത കടകളൊന്നും ഇല്ല കേട്ടോ. അതിനിടയ്ക്ക് റെസ്റ്റോറൻറ്റുകളും ഉണ്ട് മുകളിലായിട്ട്. ഹോട്ട് പോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല സംഭവങ്ങൾ. ഞങ്ങളിപ്പോ നടന്ന് മറ്റൊരു സ്ക്വയറിലെത്തി. നോക്കി, എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകളും ലൈറ്റും. ഇതേതൊരു ഡിസ്പ്ലേ ആണ്, ഒരു രാജ്യത്തും കാണാൻ കിട്ടില്ല. ദൂരെ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഗ്രാൻഡ് ഹയാത്തിന്റെ ബിൽഡിംഗ് ആണ് ഇതല്ലേ, ഗ്രാൻഡ് ഹയാത്ത്. ദൂരം നോക്കുമ്പോഴത്തേക്കും ഹനുമാനെ പോലെ ഉണ്ട്, പക്ഷെ ഹനുമാനല്ല, വേറെന്തോ സംഭവം. ഒരേ ബ്രാൻഡിന്റെ തന്നെ എത്ര ഷോറൂം